വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വെള്ളിയിലെ താളിയെക്കുറിച്ചാണ്. അത് പരമ്പരാഗത രീതിയിലുള്ള ഒരു താളി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു ചെറിയ ട്രിക്കാണ്. അപ്പം കുറേ പഴയ കാലങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന, എന്നാൽ ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു താളിയുടെ കുറച്ച് വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ കാണുന്ന വെള്ളിയിലെ താളിയാണ്. അത് നമ്മുടെ പറമ്പത്തും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ മുറ്റത്ത് ചെടിയെ വളർത്തുന്നതല്ല, ഇത് തൊടികളിലുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ വെള്ളില ചപ്പ് അല്ലെങ്കിൽ വെള്ളില താളി എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ചെമ്പരത്തിപ്പൂവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കലാണ്. അപ്പോൾ തിളപ്പിച്ചെടുത്ത് നല്ലോണം തിള വരണം. അങ്ങനെ തിളവന്നതിന് ശേഷം ഇതൊരു പശ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് മറ്റു പല ഇൻഗ്രീഡിയൻസ് ചേർക്കും, പക്ഷേ എന്നാലും ഇങ്ങനെയാണ് നാച്ചുറലായിട്ട് എടുക്കുന്നത്. ഇനി ഈ ഒരു വെള്ളിയില താളി മാത്രമായാലും കുഴപ്പമില്ല. പിന്നെ പോകാൻ പറ്റുന്ന കിട്ടിയത് കൊണ്ട് വെറുതെ അതിൻ്റെ അകത്ത് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു താളിക്കാൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുടി നല്ല ഷാമ്പൂ ഒക്കെ തേച്ച് കുളിക്കുന്ന പോലെ നല്ലൊരു സിൽക്കി ആയിട്ട് കാണപ്പെടാനും, അതുപോലെ മറ്റുള്ള മുടീൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ല ഒരു ഒന്നാണ് ഈ വെള്ളിയില താളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിളച്ച് ഒരല്പസമയം തണിയാൻ വെച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് സാധാരണ പോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുത്ത വെള്ളം നമ്മൾ നന്നായി തണിഞ്ഞതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് അത്രേ വെക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഭയങ്കര പശവശമുള്ളൊരു വെള്ളമായതുകൊണ്ട് അധികം നേരം വെക്കാൻ പറ്റില്ല. പിന്നെ ജലദോഷ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ളവർക്കാവില്ല. പക്ഷേ എന്നാലും ഇത് കുറച്ചധികം നേരം വെച്ചിട്ട് സാധാരണ നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളിത്താളി ഉണ്ടാക്കുന്നത്. ഇതൊരു പരമ്പരാഗതമായുള്ള രീതിയാണ്. അപ്പോൾ മുടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെള്ളിയിലത്താളി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തൊടികളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. പറമ്പത്തൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.